അമേരിക്കയിൽ വെച്ച് അന്തരിച്ച ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത മോറൻമോർ അത്തനേഷ്യസ് യോഹന്നാൻ പ്രഥമൻ മെത്രാപ്പോലിത്തായ്ക്ക് അമേരിക്കൻ സമൂഹം ഡാലസിൽ വികാരനിർഭരമായ യാത്രാമൊഴിയേകി. അരനൂറ്റാണ്ട് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായി മാറിയ അമേരിക്കൻ മണ്ണിലെ അദ്ദേഹത്തിന്റെ അവസാന പരിപാടിയായി മാറിയ ഡാലസിൽ വെച്ച് നടത്തപ്പെട്ട പൊതുദർശനത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലി എത്തി. വിവിധ സഭകളുടെ മെത്രാന്മാരും വൈദികരും അൽമായരും പൊതുദർശനത്തിലേക്ക് ആദരാഞ്ജലികളുമായി ഒഴുകിയെത്തി. സഭയുടെ മെത്രാൻ കൂടിയായ റവറൻ ഡാനിയേൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഡാലസിൽ നിന്നും സജി സെബാസ്റ്റ്യൻ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. അരനൂറ്റാണ്ട് മുമ്പ് വിദ്യാർത്ഥിയായി അമേരിക്കയിലേക്ക് എത്തിയ KP യോഹന്നാൻ എന്ന യുവാവ് തൻ്റെ കർമ്മമണ്ഡലം തിരിച്ചറിഞ്ഞ് സുവിശേഷ പ്രചാരണത്തിനായി കേരളത്തിലേക്ക് തിരിച്ചു പോവുകയും ആയിരങ്ങളിലേക്ക് വചനം അറിയിച്ചുകൊണ്ട് ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയെ കെട്ടിപ്പടുക്കുകയായിരുന്നു. കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ അമേരിക്കൻ മണ്ണിലും വിശ്വാസ വചനങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. സഭയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായി സഭയെ നയിക്കുന്നതിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന മോറൻമോർ അത്തനേഷ്യസ് യോഹന്നാൻ പ്രഥമൻ മെത്രാപ്പോലിത്തായ്ക്ക് യാത്രാമൊഴിയേകുവാൻ ഡാലസിൽ നാനാ തുറകളിൽ നിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ യോഹാൻ മെത്രാപ്പൊലീത്തൻ ഡാളസ് ടെക്സസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ആത്മീയ മണ്ഡലത്തിലും മറ്റ് പല സാമൂഹിക കർമ്മങ്ങളിലും നിരതനും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായിരുന്നു. പെട്ടെന്നുള്ളതായ അദ്ദേഹത്തിൻ്റെ നിര്യാണം തീർച്ചയായും ഡാളസിലെ കമ്മ്യൂണിറ്റിയെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ചേരുന്നു. That disease was spreading in India. Again, he stepped in to help the COVID patients. Large number of ecclesiastic leaders. He is unique in that aspect. He established a church. The church is also unique because various churches. Either the church will concentrate on gospel preaching. ഇന്ത്യയിൽ നിന്ന് മുൻ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറും മെത്രാപ്പോലിത്തായുടെ ഉറ്റ സുഹൃത്തുമായിരുന്ന PJ കുര്യൻ, യാക്കോബായ സഭയുടെ ആർച്ച് ബിഷപ്പ് എൽദോ മോർ തീത്തോസ്, നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് കൂടിയായ ഓർത്തഡോക്സ് മെത്രാപ്പോലിത്ത മാർ യൂലിയോസ്, കേരള എക്യുമെനിക്കൽ ചർച്ചസ് ഫെലോഷിപ്പ് ഓഫ് ഡാലസ് പ്രസിഡന്റ് ഫാദർ പോൾ തോട്ടക്കാട് തുടങ്ങി നിരവധി പേർ ഡാലസിൽ നടന്ന പൊതുദർശനത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. However, it's a very special occasion for us as we gather here to bid farewell to our beloved Bishop. US വീക്ക്ലി റൗണ്ട് അപ്പ് പവർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.
Criffe's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Criffes. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Criffes Law Firm Limited. www.criffeslaw.com.